ഹായ് ജെഡി സാറേ. ഹായ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോ ഇങ്ങനെ കൂടിയിരിക്കുന്നത് അല്ലേ? സത്യം. കാരണം നമ്മുടെ മുൻപിലുള്ളത് 6ാം ക്ലാസ്സിലെ മക്കളാണ്. ശരിക്കും 6ാം ക്ലാസ്സിൽ ഇപ്പോഴത്തെ ഒരു ടൈം അവരുടെ ലൈഫിൽ ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ആണോ? കാരണം ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാം ആണ്. സാറിന്റെ അഭിപ്രായത്തിൽ ഇനി ക്രിസ്മസ് എക്സാമിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ അവർക്ക് എക്സാമിനുള്ള ആ ഒരു ഗ്യാപ്പ് ഉള്ളൂ എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകം കുട്ടികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് മാത്രമല്ല, പല കുട്ടികൾക്കും ചാപ്റ്റർ കംപ്ലീറ്റ് ഒന്ന് റിവിഷൻ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചാപ്റ്ററോ പലപ്പോഴും ചാപ്റ്ററുകളൊക്കെ മിസ്സായി പോകുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതെ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സ്കൂളുകളിലൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ് അല്ലേ ഇപ്പോൾ? സബ് ജില്ലാ കലോത്സവം, അതുപോലെ തന്നെ പല ഫെയറുകൾ അങ്ങനെ. കാരണം ഈ ഫെയറുകളിലൊക്കെ വരുന്ന സമയത്ത് ഓരോ സബ്ജക്ട് വൈസ് ആണെങ്കിൽ ഓരോ സ്കൂളിലുള്ള കുട്ടിയും എല്ലാവരും എന്തെങ്കിലും ഒന്നിന്റെ ഭാഗമായിരിക്കും. ഇപ്പൊ ഒരു സോഷ്യൽ സയൻസ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, അങ്ങനെ ഓരോന്നിന്റെയും ഭാഗമായിട്ടാണ് വരിക. അപ്പൊ ആക്ച്വലി തിരക്കുള്ള ഒരു സമയമാണ്. ചിലപ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന സ്കൂളിലൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന ടൈമാണ്. അപ്പോഴും പലപ്പോഴും ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടു വന്നൊരു സിറ്റുവേഷൻ അവർക്കുണ്ട്. യെസ്. പിന്നെ എന്റെ ചോദ്യം, ശരിക്കും ഈ 6ാം ക്ലാസ് അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ശരിക്കും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പലപ്പോഴും അവർ മനസ്സിലാക്കുന്നത് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ഫ്രീ ആയിട്ട് ഓട്ടോമാറ്റിക് പാസ് ആയി പോകും. പക്ഷെ അവർക്കൊരു വിഷയം വരാനുള്ളത് പിന്നെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് ഇവർക്ക് ഈ താഴെ ക്ലാസ്സിന്റെ ഒരു കണക്ഷൻ കിട്ടാത്തൊരു വിഷയം വരും. അതായത് ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ ബേസ് പഠിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നുണ്ട് 7ാം ക്ലാസ്സിലെ USSനകത്ത് കൂടുതലും വരുന്നത് 5, 6 ടെക്സ്റ്റ് ആണ്. ചെറിയ ക്ലാസ്സിലുള്ള സിലബസ് കംപ്ലീറ്റ് 7ാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് സിലബസിൽ നിന്നാണ് അവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അടുത്ത വർഷം USS നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 6ാം ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം, ഇപ്പം ഈ 6ാം ക്ലാസ്സിനകത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ 8ാം ക്ലാസ്സിൽ ജെഡി സാർ കേട്ടിട്ടുണ്ടാവും, ഏകദേശം 2.5 ലക്ഷം കുട്ടികൾ തോറ്റിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം. പിന്നെ 8ാം ക്ലാസ്സിൽ വെറുതെ പാസ്സാക്കി വിടുന്ന ഒരു വിഷയമൊക്കെ അത് ഒഴിവാക്കി. അപ്പോൾ മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാക്കുന്നുള്ള ഒരു വിഷയമൊക്കെ വന്ന്, അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇഷ്യൂ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് 6ാം ക്ലാസ്സിന് നമ്മൾ എന്താക്കാം, അടിപൊളിയായിട്ട് പഠിച്ച്. അന്ന് എനിക്ക് തോന്നുന്നു ഹിന്ദിയിലാണ് ഏകദേശം ഒരു 2.5 ലക്ഷത്തോളം കുട്ടികൾ എന്ത് ചെയ്യുന്നത് തോറ്റിട്ടുള്ളത് അല്ലേ? അപ്പൊ ശരിക്കും ആ കുട്ടികളൊക്കെ ആ 8ാം ക്ലാസ്സിൽ അത് തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ വെക്കേഷനിലൊക്കെ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടാണ് ടീച്ചേഴ്സ് അവരെ പാസ്സാക്കിയത്. ശരിക്കും ആ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് പല ആൾക്കാർക്കും മാർക്ക് കുറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം 5ലും 6ലും 7ലും പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാത്തത് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് കേട്ടു സാറേ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ? നല്ലൊരു സൊല്യൂഷൻ, നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ കറക്റ്റ് ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പാരന്റ്സിനോട് പറയാനുള്ളത്, സൈലത്തിൽ ഇതിനുള്ള ഒരു എന്താ പറയുക സൊല്യൂഷൻ നമ്മുടെ സൈലത്തിലുണ്ട്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാച്ച് ആയിട്ടുള്ള വജ്ര ബാച്ച്. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് വജ്ര ബാച്ച് അല്ലേ? അപ്പോൾ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നിങ്ങൾക്കുള്ള. പിന്നെ ഓരോ ലൈവിന് ശേഷം സ്ലൈഡ് ആപ്പ് തന്നെ കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസുകൾ ഉണ്ടാവും അല്ലേ? ഇവർക്ക് തന്നെ ഒരു ആപ്പിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവർക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നു, മകളെ, നിങ്ങൾ 6ാം ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത് അല്ലേ? കുറഞ്ഞ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി, 9994008000 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വജ്രയുടെ ഭാഗമായിട്ട് മാറാം. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാം, പഠിക്കുക. കാരണം അടുത്ത വർഷം നടക്കാൻ പോകുന്ന USS എക്സാമിന് നിങ്ങൾ എല്ലാവരെയും ആ ഒരു പേര് ആ ലിസ്റ്റിൽ വേണമെന്നുള്ളതാണ്. മാത്രമല്ല, പാരന്റ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു വജ്ര ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാ ആൾക്കാരും വജ്രയുടെ ഭാഗമാവുക. ഓൾ ദി ബെസ്റ്റ്.